കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിയാം. അങ്ങനെ പ്രഗ്നൻ്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബോഡി ചേഞ്ചസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നൻസി, ബോഡി ചേഞ്ചസ് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വീഡിയോസ് ചെയ്യുമ്പോഴേക്കും ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഈ വീഡിയോസ് കാണുന്നവർ കൂടുതലായിട്ട് ആൻസൈറ്റി ഉള്ളവരാണെങ്കിൽ, എന്താകുമെന്ന് ആലോചിച്ച് വിഷമിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് തവണ മിസ്കാരേജ് ആയിട്ടോ പ്രഗ്നൻസി കിട്ടാതെ ആയിട്ടോ ടെൻഷൻ അടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് കാണണ്ട കേട്ടോ. ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളയുക. കാരണം പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഈ ലക്ഷണം നിങ്ങൾക്ക് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഒരു നേച്ചറാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണാനായിട്ട് പാടില്ല. കാരണം പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ലക്ഷണങ്ങളില്ലാതെ പ്രഗ്നൻസി ആകുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ലക്ഷണം കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്ന് ടെൻഷൻ അടിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പീരീഡ് ആകുന്നത് വരെ പീരീഡ് ആകുമോ ആവില്ലേ എന്ന് ടെൻഷൻ അടിച്ച് നിങ്ങൾ പോകുന്നത് നിങ്ങളിൽ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നതിനും സ്ട്രെസ് ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കൂടുന്നതിനും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്നതിനും കാരണമാകുന്നു. അങ്ങനെയുള്ള ഒരു വീഡിയോസ് കാണണ്ട കേട്ടോ. അതല്ലാത്തവരെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ഈ വീഡിയോസ് എടുക്കുക. നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരത്തിന് ഒന്ന് എക്സ്ട്രാ കെയർ കൊടുക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ നമ്മളൊന്ന് കുറയ്ക്കുക, സ്പീഡ് കുറയ്ക്കുക, അല്ലെങ്കിൽ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ഇതിനെല്ലാത്തിനും ഒരു അവയർനെസ് ആയിട്ട് മാത്രം ഈ വീഡിയോ നിങ്ങൾ കൺസിഡർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പ്രഗ്നന്റ് ആകുന്ന ഒരു സമയത്ത് ഒരു സ്ത്രീക്ക് ഒരുപാട് തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകും. ഓരോ ശരീരഭാഗങ്ങളും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സിൽ കൂടി പിന്നീട് നമ്മളുടെ ശരീരം പ്രവർത്തിക്കുന്നത് ആ ഒരു എംബ്രിയോയെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. എംബ്രിയോയ്ക്ക് ആ പിടിച്ചു കിട്ടാൻ സപ്പോർട്ട് കിട്ടുന്നത് നമ്മളുടെ ആ ശരീരത്തിൽ നിന്ന് എത്തുന്ന ബ്ലഡ് സർക്കുലേഷനിലൂടെയാണ്. നമ്മളുടെ ബ്ലഡിലൂടെ എത്തുന്ന ഓക്സിജനും അതുപോലെ ന്യൂട്രിയൻസും ഒക്കെ ആ ഒരു എംബ്രിയോയ്ക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും അധികം പാർട്ട് വഹിക്കുന്ന ബ്ലഡ് വെസൽസിന് അല്ലെങ്കിൽ ബ്ലഡിന്റെ ആ ഒരു വെയിൻസിന് തന്നെ ആ ഒരു വ്യത്യാസം നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. നോർമലി നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബ്ലഡിന്റെ ആ ഒരു സർക്കുലേഷനും ബ്ലഡിന്റെ പ്രൊഡക്ഷനും, അതായത് റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷനെയും അപേക്ഷിച്ച് ഒരു 40-50% വരെ നമ്മളുടെ ശരീരത്തിൽ നിങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷനും അതുപോലെ ബ്ലഡിന്റെ വോളിയവും കൂടുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷനും കൂടുന്നുണ്ട്. ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് നമുക്ക് പലതരത്തിൽ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോ ശരീരഭാഗങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും ഓരോ ശരീരഭാഗങ്ങൾ എൻലാർജ് ആകുമ്പോഴും നമുക്ക് ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഫേസിൽ വ്യത്യാസം വരുമ്പോൾ, നമ്മുടെ ബ്രസ്റ്റിൽ വ്യത്യാസം വരുമ്പോഴൊക്കെ നമുക്ക് ഈ ഒരു വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത് വെയിൻസ് വഴി, നമ്മുടെ ഞരമ്പ് വഴിയാണെന്ന് നമുക്കറിയാലോ. അതിന്റെ ഭാഗമായിട്ട് ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴേക്കും ആ വ്യത്യാസം നമ്മളുടെ ഞരമ്പിലും കാണാനായിട്ട് സാധിക്കും. നോർമലി പലർക്കും അവരുടെ ശരീരഭാഗങ്ങളിൽ ഞരമ്പ് ചിലപ്പോഴൊക്കെ വിസിബിൾ ആയിട്ടുണ്ടാകും. എസ്പെഷ്യലി നമ്മുടെ കൈയുടെ ഭാഗത്ത്, നമ്മുടെ കാലിന്റെ ഭാഗത്തൊക്കെ പലർക്കും ഞരമ്പ് വിസിബിൾ ആകുന്നുണ്ടാകും. എന്നാൽ അങ്ങനെ വിസിബിൾ ആകാത്തവർക്ക് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം അവരുടെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളിൽ, അതായത് ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് അവരുടെ ബ്രസ്റ്റ് ആണ്. ബ്രസ്റ്റിന്റെ ഭാഗത്ത് ഞരമ്പ് തെളിഞ്ഞു വരിക. ബ്ലഡ് സർക്കുലേഷൻ ബ്രസ്റ്റിന്റെ ഭാഗത്തോട്ട് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന ആ ഒരു സമയം മുതൽ തന്നെ കൂടുന്നതായിരിക്കും. കാരണം ആ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രസ്റ്റ് പ്രിപ്പയർ ആവുകയാണ്. ആ ഇംപ്ലാന്റേഷൻ സമയം മുതൽ തന്നെ പ്രിപ്പയർ ആവുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ബ്രസ്റ്റിൽ നമുക്ക് ഞരമ്പ് തെളിഞ്ഞു കാണാനായിട്ട് തുടങ്ങും. രണ്ടാമതായിട്ട് ഈ ഒരു ഞരമ്പിലെ വ്യത്യാസം വരുന്ന ഒരു ശരീരഭാഗം എന്ന് പറയുന്നത് നമ്മുടെ അബ്ഡോമൻ ആണ്. നമ്മുടെ വയറ് ഓൾവേസ് നമ്മുടെ ഒരു കുഞ്ഞിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ഭാഗത്തായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടണം. കുഞ്ഞിന് കിട്ടുന്ന ന്യൂട്രിയൻസ് കിട്ടുന്നത് യൂട്രസിലോട്ടാണ്. യൂട്രസിൽ ഉണ്ടാകുന്ന എഫക്ട് ഏറ്റവും കൂടുതൽ ആദ്യം അറിയുന്നത് നമ്മുടെ അബ്ഡോമനിലാണ്. അപ്പോൾ അബ്ഡോമനിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടിയിട്ട് അവിടെ ഞരമ്പ് തെളിഞ്ഞു കാണാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായിട്ട് രക്തയോട്ടം ഏറ്റവും കൂടുതൽ അധികരിക്കുന്നത് നമ്മുടെ ആ ഒരു ലെഗ്സിന്റെ ഭാഗത്താണ്. നമ്മുടെ തൊടയുടെ ഭാഗത്ത്, നമ്മുടെ തൈസിന്റെ ഭാഗത്തോട്ടൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിരിക്കും. പെൽവിക്കിന്റെ ഭാഗത്തോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ എഫക്ട് നമ്മുടെ ആ കാലിലെ ഇടുക്കിലുള്ള ഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 3 ഭാഗങ്ങൾ, നമ്മുടെ ബ്രസ്റ്റ്, നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗം, നമ്മുടെ തൈസിന്റെ ഭാഗം, നമ്മുടെ തൊടയുടെ ഭാഗത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആ ഒരു വെയിൻസിൽ വ്യത്യാസം വരുന്നത്. ഇനി ഈ വെയിൻസിൽ ഏത് തരത്തിലുള്ള വ്യത്യാസമാണ് വരുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. നോർമലി നമുക്ക് ഉണ്ടാകുന്ന ഒരു വ്യത്യാസത്തിന് അപേക്ഷിച്ച് ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ബ്ലൂവിഷ് ആയിട്ടുള്ള ഒരു ഗ്രീൻ, അതായത് നമുക്ക് ഗ്രീനിൽ കുറച്ച് ബ്ലൂ കളറും കൂടി മിക്സ് ആയിട്ട്, ലൈറ്റ് ഒരു ഗ്രീനിൽ ഒരു ബ്ലൂവും കൂടി മിക്സ് ആയിട്ട് എങ്ങനെ ഉണ്ടാവുമോ അത്തരത്തിലുള്ള തെളിഞ്ഞിട്ടായിരിക്കും നമുക്ക് വെയിൻസ് കാണാനായിട്ട് സാധിക്കുന്നത്. ചില ഭാഗങ്ങളിൽ പർപ്പിൾ ആയിട്ടുള്ള ഒരു ടോണിലും നമുക്കിത് കാണാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി പർപ്പിൾ ടോൺ കാണുന്നത് നമ്മുടെ ആ ഒരു വജൈനൽ ഏരിയയിലാണ്. വജൈനൽ ഏരിയയിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴേക്കും വജൈനയുടെ കളർ പർപ്പിൾ ആയിട്ട് മാറാറുണ്ട്.
കാണാറുണ്ട്. ഇത് ആ ബ്ലഡ് വോളിയം എത്തുന്നതിൻ്റെ ആ ഒരു വ്യത്യാസം അനുസരിച്ചിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഭാഗത്ത് നമുക്ക് ആ ഒരു കരത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ബാക്കി 3 ഭാഗങ്ങളിൽ നമുക്ക് ബ്ലൂവും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലായിരിക്കും നമുക്ക് ഈ ഒരു വെയിൻസ് വിസിബിൾ ആവുന്നത്. ഏറ്റവും കൂടുതൽ ഇങ്ങനെ വെയിൻസ് വിസിബിൾ ആവാനായിട്ടുള്ള കാരണം നമ്മുടെ ഒരു ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ ആ ഒരു ബ്ലഡിന്റെ ആ ഒരു വെയിനിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഭാഗം എന്ന് പറയുന്നത് നോർമലി ഇരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് വികസിക്കും. ഇതിങ്ങനെ വികസിച്ചാൽ മാത്രമേ ആ ഒരു ഫോഴ്സിൽ ബ്ലഡ് അങ്ങോട്ട് പോവുകയുള്ളൂ. അങ്ങനെ വികാസം വരുന്നതിന്റെ ഭാഗമായിട്ട് ഇതിന് ചുറ്റുമുള്ള ഭാഗത്ത് ചെറിയൊരു വീക്കം അല്ലെങ്കിൽ ഒരു പ്രഷർ വരുന്നതിന്റെ ഭാഗമായിട്ട് ഇത് വികസിക്കുമ്പോഴേക്കും ആ വികസനം നമുക്ക് ശരിക്കും ആ ഒരു കളറിൽ കൃത്യമായിട്ട് വേർതിരിച്ച് അറിയാനായിട്ട് സാധിക്കും. ഓരോരുത്തരുടെ സ്കിൻ ടോൺ അനുസരിച്ച് ഇത് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഇങ്ങനെ വിസിബിൾ ആകുന്നതിന്റെ അളവും വ്യത്യാസമായിരിക്കും. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള എന്നാൽ സ്കിൻ ടോൺ കൂടുതലധികം ഇമ്പ്രൂവ് ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ ഉള്ളവർക്കൊക്കെ എളുപ്പത്തിൽ ഈ ഒരു വെയിനിൽ വരുന്ന ചേഞ്ചസ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അങ്ങനെ കാണുന്നതിന് മുൻപായിട്ട് നിങ്ങളിപ്പോൾ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയം മുതൽ തന്നെ നിങ്ങളുടെ ബോഡിയെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെയിൻസ് തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ ഇമേജസ് കിട്ടുന്നതനുസരിച്ച് ഇവിടെ കൊടുക്കാം കേട്ടോ. ലെഗിൽ വരുന്നതും അതുപോലെ നമ്മുടെ അബ്ഡോമനിൽ വരുന്നതും നമ്മുടെ ബ്രസ്റ്റിൽ വരുന്നതും ആ ഒരു വെയിൻ ചേഞ്ചിന്റെ ഇമേജ് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ റെക്കഗ്നൈസ് ചെയ്യാം. ഇനി എപ്പോൾ മുതൽ ഈ ഒരു വ്യത്യാസം കാണും? എല്ലാവരും ക്യൂരിയസ് ആയിരിക്കും എപ്പോൾ മുതലാണ് ഇത് കാണുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് കാണുന്നത് നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. പിന്നീട് അങ്ങോട്ടേക്ക് പോകുന്തോറും നമുക്ക് ഇതിന്റെ അളവ് ചിലപ്പോൾ കാണുന്നത് കുറവായിരിക്കും. കാരണം ആ ഒരു പ്രഷർ വരുന്നതിനായിട്ട് അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഞരമ്പ് ഭാഗങ്ങളൊക്കെ പ്രിപ്പയർ ആയി ബ്ലഡ് ഫ്ലോ ആയിട്ട് നമ്മുടെ ശരീരം പൊരുത്തപ്പെട്ടു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ചേഞ്ചസ് കാണുന്നത് നമ്മുടെ ആ ഒരു ഏർലി സ്റ്റേജിലായിരിക്കും. ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആകുന്ന ആ ഒരു സമയം മുതൽക്കേ തന്നെ നമുക്ക് ഈ ഒരു വ്യത്യാസം റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 ഡേയ്സിനകത്താണ് നമുക്ക് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്ന വെരി നെക്സ്റ്റ് ഡേ മുതൽ തന്നെ നമുക്ക് ഈ ഒരു ചേഞ്ചസ് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ശരീരം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ വ്യത്യാസം കാണുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ റീസൺ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതാണെങ്കിൽ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഹോർമോൺ ഫ്ലക്ച്വേഷൻ ആണ്. പെട്ടെന്നുണ്ടാകുന്ന ഒരു ഹോർമോണിലെ വ്യത്യാസവും നമുക്ക് ഇത്തരത്തിൽ ഞരമ്പ് തെളിഞ്ഞ് കാണുന്നതിന് കാരണമാവുന്നു. മൂന്നാമത്തെ റീസൺ നമുക്ക് ബ്ലെയിം ചെയ്യാൻ കഴിയുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോണിനെ മാത്രമാണ്. ഈ പ്രൊജസ്ട്രോൺ ഹോർമോൺ പെട്ടെന്ന് നമ്മളുടെ ശരീരത്തിൽ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മുടെ ബ്രസ്റ്റില്, നമ്മുടെ ലോവർ അബ്ഡമൻ ഭാഗത്ത്, നമ്മുടെ കാലിന്റെ ലെഗ്സിലായിരിക്കും ഏറ്റവും കൂടുതൽ കാണുന്നത്. നമ്മുടെ വജൈനയിൽ കാണുന്നത് പർപ്പിൾ കളറിലെ ചേഞ്ചസ് ആയിരിക്കും. അതിൽ നിറം മാറ്റം, വജൈനൽ കളർ ചേഞ്ച് എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയും ചേഞ്ചസ് ആണ് ഏർലി സ്റ്റേജിൽ തന്നെ നമ്മുടെ വെയിൻസ് മൂലം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ, നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ, ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു 1-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ, ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ, ജനുവരി 1-നെ ഡേ 1 ആയിട്ട് എടുത്ത് ഫെബ്രുവരി 2 വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും. സ്പോട്ടിങ് നടന്ന ദിവസം, അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കുക ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക. അതായത് ചില ആളുകൾ ജനുവരി 16, ഫെബ്രുവരി 14 അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.